ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളുമാണ്. പഴയ വണ്ടിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൂസായി പോകും. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. 45 to 55 കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഹീറോയുടെ സൂം 110 എന്ന് പറഞ്ഞൊരു സ്കൂട്ടറാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ചെറിയൊരു വാക്ക് അറൗണ്ടും അത് കൂടാണ്ട് ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ്, അതായത് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരാളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ള കാര്യമായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇതാട്ടോ നമ്മുടെ സ്കൂട്ടർ. ഇതാണ് നമ്മുടെ ആ ഒരു സൂം സ്കൂട്ടർ. ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. സൂം എക്സ്-ടെക് എന്നാണ് ഇതിൽ പേര് കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഇത് ഫ്യൂൽ ഇഞ്ചക്ടർ ആണ്. ഫ്രണ്ടിൽ കാണാൻ നമുക്ക് ആ ഒരു എച്ച് ഷേപ്പ് LED DRLs വിത്ത് കോർണറിങ് ലൈറ്റ്സ്. അതായത് നമ്മൾ ഏത് കോർണറിലേക്കാണ് തിരിയണത് ആ കോർണറിലേക്ക് ഈ ലൈറ്റ് കത്തും. ആ ഒരു കോർണറിലേക്ക് കൂടുതൽ വെട്ടം പ്രൊവൈഡ് ചെയ്യാൻ, കൂടുതൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സെറ്റപ്പ് അവർ ഇതിൽ കൊടുത്തേക്കണം. ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, 130 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെ നമുക്ക് ഹീറോയുടെ ഒരു ലോഗോയും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മേളിലാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ലുക്ക്. അവിടെ സൈഡിൽ ഒരു എക്സോസ്റ്റ് ആണ്. 110cc പ്രൊഡ്യൂസ് ചെയ്യണം. 8 bhp ആൻഡ് 8.7 Nm ഓഫ് ടോർക്കാണ് അത് പ്രൊഡ്യൂസ് ചെയ്യണത്. 12 ഇഞ്ച് വീൽസ് ആണ്. ഈ സെഗ്മെന്റിൽ കുറച്ച് വലിയ വീൽസ് ആണ് അവർ ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമുക്ക് റിയറിൽ സിംഗിൾ ഷോക്കാണ്. ഇതാണ് നമ്മുടെ റിയർ ടെയിൽ ലാമ്പ് കേട്ടോ. റിയർ ടെയിൽ ലാമ്പ് നോക്കാൻ പോയാൽ അവിടെയും ഒരു എക്സ് അല്ലെങ്കിൽ ഒരു എച്ച് ഷേപ്പ് ഉള്ള ഒരു ഷേപ്പാണ് ആ ഒരു റിയർ ടെയിൽ ലാമ്പിന് അവർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സസ്പെൻഷനാണ് അവർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഗ്ലൗ ബോക്സ് ഉണ്ട്, ചാർജിങ് സെറ്റപ്പ് ഉണ്ട്. നമുക്കത് ഓപ്ഷനാണ് ചാർജിങ് സെറ്റപ്പ് ചെയ്യാം. അത് കൂടാണ്ട് ഈ ഒരു മീറ്ററിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളുണ്ട്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ടു എംടി, എത്ര കിലോമീറ്റർ ഓടും, അല്ലെങ്കിൽ ഇനി എത്ര കിലോമീറ്റർ ബാക്കിയുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. വിത്ത് I3S സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓപ്ഷനും ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ് 1, ആവറേജ് മൈലേജ്, ഓഡോമീറ്ററും കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് മേളിൽ വാർണിംഗ് സിമ്പിൾസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൗ ബോക്സ് ഏരിയ. അത്യാവശ്യം കുറേ സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് നമുക്കിവിടെ നോക്കുവാണെങ്കിലും എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് നല്ല ഈസി ആയിട്ട് ഇരിക്കാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. 780 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൂടാണ്ട് 155 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലിയറൻസ്. ചെറിയ വണ്ടിയാട്ടോ, അങ്ങനെ വെയിറ്റ് ഒന്നും നമുക്ക് തോന്നിക്കണം. ഇത്ര സൈസുള്ള വണ്ടിയായിട്ടൊന്നും തോന്നില്ല. ഭയങ്കര കുട്ടി വണ്ടിയാണ്. നമുക്ക് ഈസി ടു ഹാൻഡിൽ വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടാണ്ട് നമുക്ക് നമ്മുടെ സീറ്റിൻ്റെ അടിഭാഗം തുറക്കാം. ഇവിടെയാണ് നമ്മൾ ഫ്യൂൽ ലിഡ് കാണാൻ പറ്റുക. അത്യാവശ്യം ഒരു ഹെൽമെറ്റ് വെക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് കാണാം. അതുകൂടാണ്ട് അവിടെയാണ് നമ്മുടെ ഫ്യൂൽ ലിഡും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ഇറ്റ്. ഇതാണ് നമ്മുടെ വണ്ടീനെ പറ്റി, സൂമിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ക്വിക്ക് വാക്ക് അറൗണ്ട് ആണ്, ഡീറ്റെയിൽ വാക്ക് അറൗണ്ട് അല്ല. നിങ്ങൾക്ക് ജസ്റ്റ് നമുക്കിനി കസ്റ്റമറിനെ വിളിച്ചിട്ട് കസ്റ്റമറിനോട് നമുക്ക് എന്താണ് ആളുടെ എക്സ്പീരിയൻസ് ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് എന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ടിലെ ലുക്കാണ് എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അപ്പോൾ ഈ വണ്ടീനെ പറ്റി ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ റിവ്യൂ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഓണറിനെ പരിചയപ്പെടാം. ദിസ് ഈസ് ആരോൺ. അപ്പോൾ ആരോൺ വണ്ടി എടുത്തിട്ട് ഏകദേശം 3 മാസമാവുന്നു. അപ്പോൾ ആരോണെ, എന്തുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വണ്ടി തന്നെ ചൂസ് ചെയ്യേണ്ടി വന്നേ? എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു? ഫസ്റ്റായിട്ട് ഇതിൻ്റെ ഒരു ലുക്കാണ്. അതായത് ഈ ഒരു വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അഗ്രസീവായിട്ട്, കുറച്ച് യങ് ആയിട്ട്, ഒരു സ്പോർട്ട്നെസ് ഒക്കെ തോന്നുന്ന ഒരു സാധനമാണല്ലോ. ഓക്കെ. അപ്പം അങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഇത് നോട്ടീസ് ചെയ്തത്. അത് ബാക്കി ഇതേ സെഗ്മെന്റിൽ ബാക്കി വണ്ടികളെക്കാട്ടും കുറച്ചും കൂടെ സ്പോർട്ടിയർ ലുക്ക് ഇതിനാണ്. പിന്നെ മെയിനായിട്ട് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ കോർണറിങ് ഓട്ടോമാറ്റിക് ലാമ്പ്. അപ്പൊ അത് വേറെ സ്കൂട്ടറിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കണ്ടപ്പോ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ പിന്നെ ഈ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് 3 മാസമായി എന്ന് പറഞ്ഞു. ഇപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഇതില്? ഓൾമോസ്റ്റ് ഒരു 2500 ഒക്കെ ആയി. അത്രേ. എന്താണ് ഇതിന്റെ യൂസ്, മെയിൻ യൂസ്? എവിടെയൊക്കെ വണ്ടി കൊണ്ടുപോകാറുണ്ട്? ഞാനിത് കൂടുതലും ഞാനും ഫാമിലി, ഫാദറും സിസ്റ്ററും ഒക്കെ ലോക്കലായിട്ടുള്ള യൂസ് ഒക്കെ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ലൊരു ആക്സിലേഷൻ, നല്ലൊരു ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഓടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടി. പിന്നെ നമ്മുടെ എത്ര മൈലേജ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്? മൈലേജ് റിയൽ ടൈം മൈലേജ് 1 ton ആണ് CC ഇതിന്റെ. അപ്പൊ 1 ton ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു മൈലേജ് എനിക്ക് ഇത് ചെയ്യുന്നുണ്ട്. എന്നാലും ഏകദേശം ഒരു നമ്പർ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നണ ഒരു 45 to 55 കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏകദേശം എത്ര രൂപയ്ക്ക് ഇപ്പൊ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര പെട്രോൾ? ഒരാഴ്ചയിലൊരു നമ്മൾ ഡെയിലി വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 300 രൂപ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച ഓടാം. അതായത് നമ്മുടെ ലോക്കൽ 300 രൂപ അടിച്ചാൽ ഒരാഴ്ച ഫുൾ ആയിട്ട് ഓടാം അല്ലേ? ഇതില് ഇഷ്ടപ്പെട്ട ഒരു 5 ഫീച്ചേഴ്സ് എന്തായിരിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് കോർണറിങ് ഓട്ടോമാറ്റിക്. കോർണറിംഗ് ലൈറ്റ്, അതായത് നമ്മൾ എങ്ങോട്ടാണോ ബെൻഡ് ചെയ്യണേ അങ്ങോട്ടേക്ക് ലൈറ്റ് ഓണം. ഭയങ്കര ആക്യുറേറ്റ് ആണ്. ഭയങ്കര ആക്യുറേറ്റ്. ചെറിയൊരു പോലും ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളും ആണ്. നമുക്ക് സൈഡൊക്കെ നല്ലോണം കാണാൻ പറ്റും. ഓക്കെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഫീച്ചറാണ്. പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ
ഫ്രണ്ടിലുള്ള DRL ലാമ്പ്, ഹെഡ് ലാമ്പ്, പിന്നെ ഉള്ളത് i3s ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് അല്ലേ? അത് കൂടുതൽ ഫ്യൂവലൊക്കെ കുറെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ വളരെ നല്ലൊരു ഫീച്ചറാണ് ഇതിന്റെ. പിന്നെ ബ്ലൂടൂത്ത് അതൊക്കെ നോർമലാണ്, എന്നാലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പക്ഷെ അത് യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും? ഇല്ല അതൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, കാരണം ടൂറിംഗ് പർപ്പസ് ഒന്നും അല്ലാത്തതുകൊണ്ട്. ലോക്കൽ യൂസ് ആയതുകൊണ്ട് കണക്ട് ചെയ്തിട്ടില്ല. എനിക്ക് സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓടിക്കുമ്പോഴുള്ള സൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് ഒരു സ്പോർട്ട്നെസ് ഫീൽ ചെയ്യണ ഒരു ബേസ് ഉള്ള ഒരു സൗണ്ട്. അതെ ശരിക്കും ഒരു ഇതുണ്ട്, ഒരു ഫീല് നമുക്ക് കിട്ടും, ഒരു റൈഡിങ് ആ ഒരു വൈബ് കിട്ടും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീച്ചറാണ്. പിന്നെ ഇതിന്റെ ബാക്ക് ടെയിൽ ലാമ്പ് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ്. ബാക്കിൽ എക്സ് അതായത് സൂമിന്റെ സെയിം ഇതിൽ തന്നെയാണ് അതിന്റെ ടെയിൽ ലാമ്പ് വന്നേക്കുന്നത്. അതെ. പിന്നെ ഈ വണ്ടി ഇപ്പൊ ഇത്ര ഇഷ്ടപ്പെട്ട് എടുത്തതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ തോന്നിയിട്ടുണ്ടാവില്ല? അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ഈ ഒരു സൂമില്? ഇഷ്ടപ്പെടാത്തതെന്ന് മെയിൻ ആയിട്ട് ഞാനിപ്പോ ഫീൽ ചെയ്യണത് ഡെയിലി പെട്രോൾ അടിക്കുമ്പോ സീറ്റ് പൊക്കിയിട്ട് നമ്മൾ പെട്രോൾ അടിക്കണം. അതായത് ആ ഒരു വൈബിൽ തന്നെ നമ്മൾ ചെയ്യണം. അത് ഇത്തിരി ബാഡാണ് അത്, കാരണം ഇപ്പൊ എല്ലാ സ്കൂട്ടേഴ്സും പുറത്തേക്ക്. പിന്നെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഡിസ്ക് ബ്രേക്കിന്റെ കാര്യമാണ്. കാരണം ഈ ഒരു വണ്ടിയുടെ ലുക്കും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ഡിസ്ക് ബ്രേക്കും കൂടി ബാക്കിൽ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി മെയിൻ്റെനൻസ് കുറവാണ് ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ. മറ്റേതെന്ന് പറഞ്ഞാൽ പഴയ വണ്ടിക്ക് നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ലൂസായി പോകും. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതിന് ഇപ്പൊ പ്രൈസ് ഇത്തിരി കൂടി കൂടുതലാണെങ്കിൽ പ്രൈസ് ഇനിയും കൊടുക്കാൻ റെഡിയാണ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. ആകെ ഈ ഒരു രണ്ട് കാര്യമാണ് എനിക്ക് ഇതിൽ പോരായ്മയായിട്ട് തോന്നിയത്. അപ്പൊ ഈ വണ്ടി ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുമെങ്കിൽ അത് എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യും? ഇതെന്തായാലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇത് നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ളൊരു വണ്ടിയാണ്. പിന്നെ കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആണ്, അത്യാവശ്യം ലുക്സ് വെച്ചും അടിപൊളിയാണ്. പിന്നെ മെയിനായിട്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 ഉള്ളിലേ വന്നുള്ളൂ. അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഇത്രയും കിട്ടണ ഒരു വണ്ടി. ഫസ്റ്റ് സർവീസ് ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു 500 അതെ ആ ഒരു ഇതേ വന്നിട്ടുള്ളൂ. പിന്നെ ഹീറോന്റെ വണ്ടിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് മുമ്പുണ്ടായതും പ്ലഷറാണ്. അപ്പൊ അത് നമ്മൾ അത്രയും യൂസ് ചെയ്തു, വളരെ നല്ലോണം യൂസ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു 10 വർഷം അത്രയൊക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മ ഇതെടുക്കുമ്പോ അത്രയും ലൈഫ് ഇതിൽ കാണുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കസ്റ്റമർ, അതായത് ആരോൺ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഏകദേശം 3 മാസം ആവണ ഒരു ഫാമിലി യൂസിന് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും വണ്ടിയുടെ റിവ്യൂസ് അല്ലെങ്കിൽ കസ്റ്റമർ എക്സ്പീരിയൻസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ ഈ വണ്ടിനെ പറ്റി കൂടുതൽ അറിയാൻ ഒരു യൂസർ എന്നുള്ള രീതിയിൽ ആരോണിന് മെസ്സേജ് ചെയ്താൽ മതി. ആരോണിൻ്റെ അക്കൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഡോണ്ട് ഫെയർ ലൈക്ക്, സബ്സ്ക്രൈബ് ചാനൽ, ബെല്ലൈക്കിൻ്റെ ബെല്ലൈക്ക് നിൽക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് ആയിരിക്കും സാധനം.